ഒരു മിനിറ്റ്. ഇത് മതിയോ? ഓ, അത് നീ വെച്ചോ, എനിക്കെല്ലാം കാണാം. ഇത് എവിടെ? ആ, കൊള്ളാം. ഒരു വശത്ത് ഏത് സമയവും കടന്നു വരാവുന്ന ഡേവിഡ് എന്ന വില്ലൻ, മറുവശത്ത് തല കണ്ടാൽ പന്ത് തട്ടി കളിക്കാൻ കുറെ പറങ്കി ചട്ടമ്പികൾ. പക്ഷെ ഇവരാരുമല്ല ഇപ്പൊ എന്റെ യഥാർത്ഥ ശത്രു. നീ ഇത് എന്ത് കണ്ടിട്ടാണ് താര ഇങ്ങനെ? നിന്നെ കണ്ടിട്ട് നീ നോക്കുന്നത്, നിന്റെ നോട്ടം അതെന്റെ ഉടുപ്പിനുള്ളിലേക്കല്ല. നീ നോക്കുമ്പോ എനിക്കെന്റെ ദേഹം അറക്കുന്നില്ല. നീ വെറുതെ ബോധമില്ലാതെ ബോധമില്ലായിരുന്നു. 2 ദിവസം മുമ്പ് വരെ ബെൽറ്റും ചുരനും തൊലിപ്പുറത്ത് വന്ന് പുളയുമ്പോ ചിരിക്കാൻ പറയും. അപ്പൊ ചിരിക്കണം. എന്നിട്ട് കൊഞ്ചാൻ പറയും. അപ്പൊ കൊഞ്ചണം. അങ്ങനെയൊക്കെ പറഞ്ഞു പഠിച്ച കാലം മുതൽ പോയതാ ബോധം. പക്ഷേ നീ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചില്ലേ, അപ്പൊ എനിക്ക് തോന്നി ഞാൻ ശരിക്കും എന്താണെന്നുള്ള ബോധം. അന്നാ എനിക്ക് തിരിച്ചു വന്നു തുടങ്ങിയത്. അന്നാ നിമിഷം എനിക്ക് തോന്നി ഒരു ചാൻസ്, ജസ്റ്റ് ഒരു ചാൻസ് ജീവിക്കണമെന്ന് തോന്നി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം കിട്ടുന്ന ദിവസം ലോകത്തിനോട് എന്തു പറയും? പറ പറ. അഭിനയം ഒരു മോഹവും സിനിമ ഒരു സ്വപ്നവുമായിരുന്ന സാധാരണ ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. അതിനു വേണ്ട പരിശ്രമത്തിന്റെ ഒരു ഘട്ടത്തിലും അതെനിക്ക് സാധ്യമാകും എന്നൊരുറപ്പുമില്ലായിരുന്നു. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോ എൻ്റെ ഉള്ളിലെ എല്ലാ ഇരുട്ടും അകറ്റി എനിക്ക് മുന്നിൽ 2 കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിലാണ് ഞാൻ എന്ന നടൻ ജനിച്ചത്. ആ കണ്ണുകളിലാണ് ഞാൻ എൻ്റെ ആദ്യ പ്രേക്ഷകനെ കണ്ടത്. ഞാൻ നീട്ടിയ കൈക്ക് നേരെ നീണ്ട ആ കൈയാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ പുരസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലെ ഈ സമ്മാനം പോലെ ആ കണ്ണുകളും ആ കൈയും മരണം വരെ ഞാൻ ഓർക്കും. നന്ദി. താര, 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 ഞാൻ
ഈ നിമിഷം ഇതെൻ്റെ അവകാശമാണ്. ഈ ഒരൊറ്റ നിമിഷം ഇതെനിക്ക് തന്നൂടെ? എൻ്റെ കയ്യിൽ 2 ടിക്കറ്റ്സ് ഉണ്ട്. പോർത്തോയിൽ നിന്ന് പുറപ്പെടുന്ന ക്രൂസ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള അടുത്തേക്ക് രക്ഷപ്പെടാം. ദൈവം തരുന്ന അവസാനത്തെ ചാൻസ്. രണ്ടാമത്തെ ടിക്കറ്റ് ജയക്കുള്ളതാണ്. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. തീരുമാനം ചെയ്യേണ്ടതാണ്. So you came back. Shall I? പ്ലീസ്. Miss you. What brings you to my hometown? മിസ്റ്റർ ഡേവിഡ് ഈപ്പൻ, നിങ്ങളോട് നന്ദി പറയാതെ എൻ്റെ ഒരു അത്താഴവും കംപ്ലീറ്റ് അല്ല. ഇക്കാലം അത്രയും കാണാത്ത രാത്രികൾക്ക് വേണ്ടി താങ്ക് യു. After 20 long years, നിങ്ങൾ തിരിച്ചു വന്നു അവൾക്ക് വേണ്ടി. ആ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. തിരിച്ചു വന്നത് എനിക്ക് വേണ്ടിയാണ്. You killed every hope I built around her. ഇനി ഹിമ അവളുടെ പുറകെ കൂടി വീണ്ടും എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ ഞാൻ ഒരിക്കൽ വെറുതെ വിട്ട നിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എപ്പോഴേക്കുമായി മാച്ചു കളയേണ്ടി വരും. ലോകം ഇത്ര മാറിയിട്ടും കാലം ഇത്രയായിട്ടും ആ പഴയ എസ്റ്റേറ്റ് മുതലാളി മരിച്ചിട്ടില്ലല്ലോ. ഇപ്പം ഞാൻ ഈ മണ്ണിലേക്ക് തിരിച്ചു വന്നത് താരയോട് യാത്ര പറയാനാണ്. അത് പറഞ്ഞിട്ട് മടങ്ങുമ്പോൾ തന്നോട് പറയാൻ ബാക്കി വെച്ചതൊന്നുണ്ട്. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഡേവിഡ്.